ആശാ വർക്കേഴ്സിന്റെ സമരം നിയമസഭയിൽ ഉയർത്തി ആരോഗ്യമന്ത്രിയെയും സർക്കാരിനെയും കടന്നാക്രമിച്ച് പ്രതിപക്ഷം. കേന്ദ്ര സർക്കാരാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവർത്തിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിൽ സ്പീക്കർ ഇടപെട്ടതിനെ ചൊല്ലിയുണ്ടായ തർക്കം ബഹളത്തിൽ കലാശിച്ചു. ഒരു സമ്മേളനത്തിൽ ചർച്ച ചെയ്ത ഒരു സംഗതിയെപ്പറ്റിയുള്ള ചർച്ച ആ പ്രമേയം വഴി പുനരാരംഭിക്കാൻ പാടില്ല. സബ്മിഷനായി നിയമസഭയിൽ വന്ന വിഷയം വീണ്ടും കൊണ്ടുവരുന്നത് ചട്ടലംഘനമെന്ന് സർക്കാർ ആദ്യം തന്നെ പ്രതിരോധം തീർത്തിരുന്നു. എന്നാൽ പ്രമേയ അവതാരകനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടതു നേതാക്കൾ സമരക്കാരെ ആക്ഷേപിച്ചത് ആയുധമാക്കി. നിങ്ങൾ അവരെ ക്രിമികീടങ്ങളെന്ന് വിളിച്ചില്ലേ? നിങ്ങൾ അവർ ഈർക്കൽ പാർട്ടികളെന്ന് വിളിച്ചില്ലേ? നിങ്ങൾ അവരെ ബക്കറ്റ് പിരിവാറെന്ന് വിളിച്ചില്ലേ? സമരക്കാരോട് സർക്കാരിന് അനുഭാവപൂർവമായ നിലപാടെന്ന് മന്ത്രി വീണ ജോർജ്. SUCIയുടെ നാവായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയെന്നും മന്ത്രി. SUCIയുടെ നാവായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി എന്നുള്ളത് ഒരു ഗതികേടായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് പ്രസംഗം നടത്തുന്നതിനിടെ സ്പീക്കറുടെ ഇടപെടൽ. ഇതോടെ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര്. സമയമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചേർന്ന് നോക്കിയിട്ട് കാര്യമില്ല. സമ്മതിക്കുന്നില്ല, പിന്നെ വേറെ വഴിയൊന്നുമില്ല, അടുത്ത ബിസിനസ് വഴി പോകേണ്ടി വരും, അത്രേ ഉള്ളൂ. പിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ബാനറും പ്ലക്കാർഡും ഉയർത്തി സ്പീക്കറുടെ മുഖമറച്ച് പ്രതിഷേധിച്ചതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു. മാർച്ച് 18-ന് വീണ്ടും സഭ ചേരും. 24 തിരുവനന്തപുരം.